എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 ടോപ്പിക്സാണ്. ഫോക്കസ് ഏരിയയിൽ നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ചാപ്റ്ററിൽ നിന്ന് 100% മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരൊറ്റ സെക്കൻഡ് വിടാതെ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. ഇനി പഠനപൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഈ പാഠഭാഗത്തിലെ ഫോക്കസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ 3 ടോപ്പിക്സിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തവർക്കും കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തന്നെ പോകാം. വെറും 3 ടോപ്പിക്കേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഫോക്കസ് ഏരിയ വന്നപ്പോഴത്തേക്ക് പിന്നെയും അതിൻ്റെ ലെങ്ത് കുറഞ്ഞു. 3 ടോപ്പിക്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. 3 ടോപ്പിക്സും നല്ല വൃത്തിയായിട്ട് നമുക്ക് പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ടോപ്പിക്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെസ്, അതുപോലെ എന്താണ് സ്ട്രെയിൻ, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ സ്ട്രെയിൻ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോ ഉണ്ട്, ഹൂക്സ് ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ സിമ്പിളുമാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്സ് കഴിയുന്നതോട് കൂടി തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ്സും അതുപോലെ തന്നെ സ്ട്രെയിനുമാണ്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, എങ്കിലേ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് എന്താണ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടേമാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? ഇപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, എൻ്റെ കയ്യിൽ ഒരു വസ്തു ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഡസ്റ്ററാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നത് ഈ വസ്തുവിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ താണ്ടെ ഫോഴ്സ് കൊടുത്തതിന് ഞാനങ്ങ് കംപ്രസ് അല്ലെങ്കിൽ ഞാനങ്ങ് അമക്കിയതിനെ കണ്ടോ, ഫോഴ്സ് കൊടുത്തു. അപ്പം എന്താ ഇവിടെ സംഭവിച്ചേ? ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ വോളിയം, അതിലൊക്കെ എന്ത് സംഭവിച്ചു? ചേഞ്ച് വന്നു. ഞാൻ ഈ വസ്തുവിലേക്ക് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ഷേപ്പിലും സൈസിലും ഇതിൻ്റെ ലെങ്ത്തിലും ഏരിയയിലും വോളിയത്തിലെല്ലാം തന്നെ എന്ത് സംഭവിച്ചു മക്കളെ? ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സൈസിലോ അല്ലെങ്കിൽ വോളിയത്തിലോ ഒക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഏത് ഫോഴ്സാണോ കൊടുക്കുന്നത് ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, എന്താ മക്കളെ? ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡീഫോമിംഗ് ഫോഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ് മീൻസ്? ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, സൈസ് തുടങ്ങിയവയിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അവർ ഡീഫോമിംഗ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക. ഒരു ഒബ്ജക്റ്റിലേക്ക്
ഒരു കുട്ടി ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, ആ സമയത്ത് ആ വസ്തുവിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ആ കുട്ടിക്ക് മനസ്സിലായെങ്കിൽ ആ കൊടുത്ത ഫോഴ്സിനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി കൊടുത്ത ഫോഴ്സ് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഏത് ഫോഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഡീഫോമിങ് ഫോഴ്സാണ്. അപ്പം ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഷേപ്പിലൊക്കെ മാറ്റം വന്നാൽ നമുക്ക് പറയാം നമ്മൾ എക്സേർട്ട് ചെയ്തത് ഡീഫോമിങ് ഫോഴ്സ് ആണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത്, ഈ ഒരു ഡസ്റ്ററിനകത്ത് ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഇത്ര ഷേപ്പും സൈസും എല്ലാം മാറി. സോ നമ്മൾ കൊടുത്ത ഫോഴ്സ് ഏതാണ്, ഡീഫോമിങ് ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ബോൾ ഉരുട്ടി വെച്ചിട്ടല്ലേ നമ്മൾ പരത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പരത്താൻ നേരത്ത് അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോയില്ലേ. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത എന്ത് ഫോഴ്സാണെന്ന് നമുക്ക് പറയാൻ മക്കളെ വേണമെങ്കിൽ അതും ഒരു ഡീഫോമിങ് ഫോഴ്സാണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡീഫോമിങ് ഫോഴ്സ് മനസ്സിലായി. ഇപ്പോൾ ഡീഫോമിങ് ഫോഴ്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫോഴ്സാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ അതെന്താണെന്ന് പരിശോധിക്കണം. റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു വസ്തുവിലേക്ക് ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഷേപ്പോ സൈസോ ഒക്കെ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. സൈസിലും ഷേപ്പിലും ഒക്കെ മാറ്റം വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സമയം തന്നെ ആ ഒരു വസ്തുവിൽ മറ്റൊരു ഫോഴ്സ് ഫോം ചെയ്യും. ആ ഫോഴ്സ് എപ്പോഴും ശ്രമിക്കുന്നത് ഈ ഒരു വസ്തുവിനെ തിരിച്ചതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു വസ്തുവിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനകത്ത് ഡീഫോമിങ് ഫോഴ്സാണ് കൊടുത്തത്. സോ അതിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ചേഞ്ച് വരികയാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ചൊക്കെ വന്നിട്ട് അത് തിരിച്ച് എന്തിനു വേണ്ടി ശ്രമിക്കും, അതിൻ്റെ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പഠിച്ചു വെക്കണം. അതാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പം ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് ഷേപ്പിലൊക്കെ മാറ്റം വരുത്താൻ. റീസ്റ്റോറിങ് ഫോഴ്സ് ആ ഒരു വസ്തുവിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കണം, ഡയറക്ഷൻ രണ്ടുപേരുടെയും എപ്പോഴും ഓപ്പോസിറ്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡീഫോമിങ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ദേ ആർ ഓപ്പോസിറ്റ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പരിധി വരെ ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു റബ്ബർ ബാൻഡ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഞാനിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വലിച്ചു പിടിച്ച സമയത്ത് ഞാൻ ഈ റബ്ബർ ബാൻഡിലേക്ക് കൊടുത്തത് ഏത് തരം ഫോഴ്സാണ് മക്കളെ, അതൊരു ഡീഫോമിങ് ഫോഴ്സാണ്. ശരിയല്ലേ, വലിച്ചു പിടിച്ചു, അപ്പോൾ ഞാൻ കൊടുത്ത ഡീഫോമിങ് ഫോഴ്സാണ്. അതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വന്നു. ഇങ്ങനെ ഞാൻ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് എന്തും ഉണ്ടായി കാണും, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായി കാണും. ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഇതിനകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായി കാണും. ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്തിനു വേണ്ടി ശ്രമിക്കും, അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ. അപ്പം ഞാൻ എപ്പോഴാണോ ഈ ഡീഫോമിങ് ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്യുന്നത്, ഞാൻ ഈ കൊടുത്ത ഫോഴ്സ് അങ്ങ് വിടുന്നത്, കൈ അങ്ങ് മാറ്റുന്നത്, ആ സമയത്ത് ഈ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യും, തിരിച്ചതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് ചെല്ലും. അതായത് അതിനകത്ത് എന്തുണ്ടായി, റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഡീഫോമിങ് ഫോഴ്സും റീസ്റ്റോറിങ് ഫോഴ്സും നന്നായിട്ട് മനസ്സിലായി കാണും. അപ്പോൾ മക്കളെ, ഇത്തരത്തിൽ നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വസ്തുവിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവുകയും അത് തിരിച്ചതിൻ്റെ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ വസ്തുവിന് എന്തുണ്ടെന്ന് പറയാം, ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി? നമ്മൾ നോർമലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നന്നായിട്ട് വലിയണം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇലാസ്റ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നന്നായിട്ട് വലിയണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതാണ് ഇലാസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫിസിക്സിൽ ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് വലിയണം, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ തിരിച്ച് അതുപോലെ പഴയ അവസ്ഥയിലേക്ക് വരികയും വേണം. റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിട്ട് അത് തിരിച്ചതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വന്നാലേ ഇലാസ്റ്റിസിറ്റി ആണെന്ന്, അല്ലെങ്കിൽ അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ ചവയ്ക്കുന്ന നമ്മൾ ഈ ബൂമർ എന്നൊക്കെ പറയത്തില്ലേ, ബബിൾക്കം, അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ വലിച്ചു നീട്ടാണെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഇലാസ്റ്റിക് ആണ്, കാര്യം വലിഞ്ഞല്ലോ. ഓക്കെ, ഇലാസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഫിസിക്സിൽ ഇത് ഇലാസ്റ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഈ വലിച്ചിട്ട് നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് പഴയ പോലെ അതിൻ്റെ ആ പഴയ അവസ്ഥയിലേക്ക് പോയി നിൽക്കണം. അത് പറ്റുന്നുണ്ടോ മക്കളെ? ഈ ബൂമർ നമ്മൾ വലിച്ചു നീട്ടിയിട്ട് നമ്മൾ കൈ റിലീസ് ചെയ്യുകയാണെങ്കിൽ
ഇത് തിരിച്ചെന്ത് ചെയ്യത്തില്ല, പഴയ പോലെ പോയി നിൽക്കുക, ഒരിക്കലും നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് പറയാം അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഫിസിക്സിലില്ലെന്ന് പറയാം. അപ്പോൾ ഫിസിക്സിൽ ഒരു ഒബ്ജക്റ്റിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അതിനെ നമ്മൾ ഈ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് ഷേപ്പും സൈസും ഒക്കെ മാറ്റുമ്പോഴത്തേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിട്ട് തിരിച്ചത് എന്ത് ചെയ്യണം, അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇലാസ്റ്റിസിറ്റിയും ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും മനസ്സിലായി കാണുമല്ലോ. വളരെ സിമ്പിളാണ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി പോലെ തന്നെ വസ്തുവിനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി. ഇതും വളരെ സിമ്പിളാണ്. പ്ലാസ്റ്റിസിറ്റി എന്താ മക്കളെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വസ്തുവിൻ്റെ ഷേപ്പിലോ സൈസിലോ ഒക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായി തിരിച്ചതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, പക്ഷേ അതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായി അത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് ഒറിജിനൽ കണ്ടീഷനിലേക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിനുള്ള പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഉള്ള വസ്തുക്കൾ എന്ത് ചെയ്യത്തില്ല, തിരിച്ച് നോർമൽ കണ്ടീഷനിൽ വരില്ല. പക്ഷേ ഇലാസ്റ്റിസിറ്റി ഉള്ളവർ എന്ത് ചെയ്യും, നോർമൽ കണ്ടീഷനിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബൂമറില്ലേ, അത് പ്ലാസ്റ്റിസിറ്റിയാണ്, അതിന് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. കാര്യം അതെന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാക്കി തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നില്ല. അപ്പം ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ മക്കളെല്ലാവർക്കും. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിനകത്ത് ജനറേറ്റ് ചെയ്ത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരുന്നു. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിട്ട് പഴയ അവസ്ഥയിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇലാസ്റ്റിസിറ്റിയുടെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റിയുടെയും പരീക്ഷയ്ക്ക് ഡെഫിനിഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് ഏരിയ വന്നുകൊണ്ട് തന്നെ ഡെഫിനിഷൻസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ബോർഡിലേക്ക് എഴുതാം, എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ്. ടെൻഡൻസി ഓഫ് എ ബോഡി, ഒരു വസ്തുവിൻ്റെ ടെൻഡൻസിയാണ്. ടെൻഡൻസി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് and size when deforming force is removed. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് ഇത് ഈ എഴുതിയിരിക്കുന്നത്? ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷനാണ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊരു ടെൻഡൻസി ഉണ്ട്, ആ വസ്തുവിനൊരു ടെൻഡൻസി ഉണ്ട്. എന്തിനുള്ള ടെൻഡൻസി ഉള്ളത്? ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. അതിൻ്റെ യഥാർത്ഥ ഷേപ്പും സൈസും തിരിച്ച് കൈവരിക്കാൻ അതിനൊരു ടെൻഡൻസി വരികയാണ്. എപ്പോഴാണ് വരുന്നത്? വെൻ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മൾ കൊടുത്ത ഫോഴ്സ് അങ്ങ് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ റബ്ബർ ബാൻഡ് ഇല്ല അതിനെ പിടിച്ച് വലിച്ചു, എന്നിട്ട് നമ്മൾ തിരിച്ച് ആ ഫോഴ്സ് അങ്ങ് വിടുന്നു. നമ്മൾ കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പഴയ പോലെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അതിനെന്തുണ്ട്? ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബിഹേവിയർ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആ ഒരു ബോഡിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടെൻഡൻസി ഓഫ് എ ബോഡി, ഓക്കെ, ടെൻഡൻസി ഓഫ് എ ബോഡി ഇവിടെ ഒരു നോട്ട് ചേർത്താൽ മതി. അപ്പോഴത്തേക്ക് അത് പ്ലാസ്റ്റിസിറ്റി ആയി. എന്തുമായിരിക്കും മക്കളെ വരുന്നത്? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ടേ ഇപ്പോൾ ഡെഫിനേഷൻ മാറി. ടെൻഡൻസി ഓഫ് എ ബോഡി നോട്ട് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കോ സൈസിലേക്കോ വരാനുള്ള ഒരു ടെൻഡൻസിയും കാണിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ബൂമറില്ലേ, അത് നമ്മൾ പിടിച്ച് വലിച്ചു, അതായത് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. പിന്നെ നമ്മൾ റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല? ഒരു ടെൻഡൻസിയും കാണിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ടെൻഡൻസിയും കാണിക്കാതെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുന്നില്ല എങ്കിൽ നമുക്ക് പറയാം അതിനുണ്ടാകുന്ന പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും നന്നായിട്ട് മനസ്സിലായല്ലോ മക്കളെ. പരീക്ഷയ്ക്ക് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കി വെക്കുമ്പം നിങ്ങൾ ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുകൂടാകുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് മാറും. ഓക്കെ ആണല്ലോ?
ഓക്കെ, അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. എന്താ മക്കളെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ചേഞ്ച് വരികയാണ്. എന്നിട്ട് അതിനുശേഷം ആ ഒരു ബോഡി ഒരു ടെൻഡൻസി കാണിക്കുന്നു. എന്തിനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്? തിരിച്ചതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും വരുവാനുള്ളൊരു ടെൻഡൻസിയാണത് കാണിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാം അതിന് എന്ത് ബിഹേവിയർ അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരാൻ യാതൊരുവിധ ടെൻഡൻസിയും കാണിക്കുന്നില്ല. ഡെഫിനിഷൻ എങ്ങനെ വരുന്നത്? ടെൻഡൻസി ഓഫ് എ ബോഡി നോട്ട് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും വരാൻ ഒരു ടെൻഡൻസിയും കാണിക്കുന്നില്ല എങ്കിൽ എപ്പോഴത് കാണിക്കാത്തത്? വെൻ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന ടൈമിലാണ് അത് ആ ഒരു ടെൻഡൻസി ഒന്നും കാണിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഒബ്ജക്റ്റിന് എന്ത് അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് എന്ത് പ്രോപ്പർട്ടിയാണ് മക്കളെ ഉള്ളത്? പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റിയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? അപ്പം സ്ട്രെസ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും. ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പം മുൻ വർഷത്തിൽ ഒരു വട്ടം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് ബോർഡിലേക്ക് ഒന്ന് എഴുതാം. എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് property is exhibited by the material rubber? ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്ലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് പ്രോപ്പർട്ടി ഈസ് എക്സിബിറ്റഡ് ബൈ ദ മെറ്റീരിയൽ റബ്ബർ. റബ്ബർ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തരം പ്രോപ്പർട്ടിയാണ് പൊതുവെ കോമൺ ആയിട്ട് കാണിക്കാറുള്ളത്? അപ്പോൾ നമുക്കറിയാം റബ്ബറിൻ്റെ പ്രത്യേകത, നമ്മളൊരു ചെറിയ ഡീഫോമിംഗ് ഫോഴ്സ് അതിനകത്ത് കൊടുക്കുമ്പം അതിൻ്റെ എന്തിലും മാറ്റം വരും? ഷേപ്പിലും സൈസിലും ഒക്കെ മാറ്റം വരും. എന്നിട്ട് നമ്മൾ ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ ബോഡി എന്ത് ചെയ്യും? തിരിച്ചതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും പോകാൻ ഒരു ടെൻഡൻസി കാണിക്കും. ഉറപ്പല്ലേ മക്കളെ? റബ്ബർ അത് ഉറപ്പായിട്ടും കാണിക്കും. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലും സൈസിലേക്കും പോകുന്നുവെങ്കിൽ നമുക്ക് പറയാം അതിന് എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? അതിന് ഇലാസ്റ്റിസിറ്റിയാണുള്ളത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആണോ? പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള ടെൻഡൻസിയും കാണിക്കില്ല അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് പോകുവാൻ. അപ്പോൾ നിങ്ങൾ പറയുക ആൻസർ ഏതാണ്? ഇലാസ്റ്റിസിറ്റി, ബി ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. വിച്ച് പ്രോപ്പർട്ടി ഈസ് എക്സിബിറ്റഡ് ബൈ ദ മെറ്റീരിയൽ. ഞാൻ റബ്ബർ മാറ്റുന്നു, അവിടെ ഞാൻ പകരം മറ്റൊരു മെറ്റീരിയൽ എഴുതുകയാണ്. അതിൻ്റെ പേര് ക്ലേ എന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ക്ലേ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ കാണിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണോ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്ലേയുടെ പ്രത്യേകത, നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അതങ്ങ് അമങ്ങിപ്പോവും. തിരിച്ച് ക്ലേ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരുമോ? ഒരിക്കലും വരത്തില്ല. അത് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താൽ ഷേപ്പും സൈസും മാറിയിട്ട് തിരിച്ചൊരു ടെൻഡൻസിയും അതിനകത്തില്ല. അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോ സൈസിലോ ഒക്കെ വരാൻ ഒരു ടെൻഡൻസിയും ക്ലേ കാണിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പറയാം മക്കളെ, ആ ഒരു ക്ലേ കാണിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? അത് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും, പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരാൻ ടെൻഡൻസി കാണിച്ചാൽ അത് ഇലാസ്റ്റിക്, അല്ലെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇനി ടെൻഡൻസി ഒന്നും കാണിക്കുന്നില്ല, അത് നമ്മൾ കൊടുത്തതുപോലെ തന്നെ ഇരിക്കുകയാണ്, ഒരു കുലുക്കോ ഇല്ല, ഒന്നുമില്ല, വരാനൊന്നും ശ്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, ശരി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ചോദ്യം ഇത്രയേ ഉള്ളൂ. Which is more elastic,
which is more elastic, steel or rubber? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് പല കുട്ടികളും കൊണ്ട് തെറ്റിക്കാറുണ്ട്, പക്ഷെ വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കുക. രണ്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്റ്റീലാണ്, അടുത്ത റബ്ബറാണ്. എന്നൊരു ചോദ്യം ഇതാണ്, ഇതിനകത്ത് ഏതാണ് മോർ ഇലാസ്റ്റിക്? അപ്പോൾ നിങ്ങളൊരു കോമൺ സെൻസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് യുക്തിക്കൊന്ന് ആലോചിക്കുമ്പം റബ്ബർ കൊള്ളാം, റബ്ബർ നമ്മൾ വലിക്കുന്ന സമയത്ത് വലിയുന്നുണ്ട്, തിരിച്ച് കൈ എടുക്കുമ്പോൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ സ്റ്റീൽ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വസ്തുവാണ്. ഇതൊക്കെ ഒരുപാട് വലിച്ചൊക്കെ കഴിഞ്ഞ് ഒരുപാടൊക്കെ വലിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അങ്ങ് ഒടിഞ്ഞു പോവായിരിക്കും, പഴയ അവസ്ഥയിലേക്ക് വരുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ആൻസർ സ്റ്റീലാണ്. സ്റ്റീലാണ് ഒരുപാട് ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത്. കാരണം സ്റ്റീലിലേക്ക് ഒരുപാട് ഡീഫോമിംഗ് ഫോഴ്സ് അങ്ങ് എക്സേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതങ്ങ് ബ്രേക്കായി പോകുന്നത്. ഒരു പരിധി വരെ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് ഇതിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പിലും സൈസിലും മാറ്റം വന്നിട്ട് അത് പഴയ അവസ്ഥയിലേക്ക് പോകാൻ കാണിക്കുന്ന ടെൻഡൻസി ഉണ്ടല്ലോ, അത് റബ്ബർ കാണിക്കുന്ന ഒരു ടെൻഡൻസിയെക്കാട്ടിൽ വളരെ വളരെ കൂടുതലായിരിക്കും. റബ്ബറും ടെൻഡൻസി കാണിക്കുന്നില്ലെന്നല്ല, റബ്ബറിനോട് ഇലാസ്റ്റിക് ബിഹേവിയർ. പക്ഷെ റബ്ബർ കാണിക്കുന്ന ഒരു ടെൻഡൻസിയെക്കാട്ടിൽ നല്ല രീതിയിൽ ടെൻഡൻസി ആര് കാണിക്കും? നമ്മുടെ സ്റ്റീൽ കാണിക്കും. സോ നമുക്ക് പറയാം ഇലാസ്റ്റിക് ബിഹേവിയർ ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? അത് സ്റ്റീലിനാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം നന്നായിട്ട് ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഏതിനാണ് മോർ ഇലാസ്റ്റിക് ബിഹേവിയർ, സ്റ്റീലാണോ റബ്ബറാണോ? അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്? അത് സ്റ്റീലാണ്. ഒരുപാട് വട്ടം ഈ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സ്റ്റീലും റബ്ബറും നമ്മൾ എടുക്കുമ്പം ആർക്കാണ് ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതൽ? അത് സ്റ്റീലിനാണ്, റബ്ബറിനല്ല. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് അങ്ങ് പോകാം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് എന്നാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സ്ട്രെസ്. ഓക്കെ, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് പഠിക്കുക സ്ട്രെസ് എന്താണെന്ന്. ഇപ്പം ഞാൻ എന്താണ്ട മക്കളെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു റോഡ് എടുക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ റോഡ്. ഒരു നീളമുള്ള ഒരു കമ്പി എടുത്തെന്ന് വിചാരിക്കും. ഒരു കമ്പി ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇതിനകത്തേക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഞാൻ അങ്ങോട്ട് വലിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെ കുറച്ചുകൂടെ വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടെ നീണ്ടത് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം മക്കളെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇതിനകത്തേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഷേപ്പും സൈസൊക്കെ മാറ്റിയത്, ശരിയല്ലേ? എന്താ കൊടുത്തത്? ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പം ഞാനിങ്ങനെ ഡീഫോമിംഗ് ഫോഴ്സ് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റോഡിനുള്ളിൽ തന്നെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സും ഉണ്ടായി കാണും ഉറപ്പായിട്ടും. നമ്മൾ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് ഇതിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഞാനൊരു സിലിണ്ടറിക്കൽ റോഡാണ് എടുത്തിരിക്കുന്നത്. സോ ഈ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കുലാർ രീതിയിലാണ് ഈ ക്രോസ് സെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഉറപ്പായിട്ടും നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഉണ്ടായി കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു സിലിണ്ടറിക്കൽ റോഡിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഉണ്ടാകുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം, ഒരു പരിധി വരെയൊക്കെ ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് തന്നെ അത് സ്ട്രെസ് വരും എന്നൊക്കെ മനസ്സിലാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കറക്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം മക്കളെ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ഇതാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് ആണ്, ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇക്വേഷൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ മക്കളെ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ആ ഒരു യൂണിറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആരും തെറ്റിക്കത്തില്ലല്ലോ? ശരി, അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ
യൂണിറ്റും ഡയമെൻഷനും പരിശോധിക്കണമല്ലോ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലേ മക്കളെ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ, ഇനി താഴെയുള്ളത് ഏരിയ അല്ലേ? ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ നമുക്ക് പറയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ്. ഇതിനെ നമ്മൾ പാസ്കൽ എന്നും വിളിക്കാറുണ്ട്. സോ പാസ്കൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ്. പ്രഷറിന്റെ യൂണിറ്റും പാസ്കൽ ആണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും? പാസ്കൽ ആയിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സെയിം യൂണിറ്റ് വരുന്ന രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് പ്രഷറും സ്ട്രെസ്സും എഴുതാം, കാര്യം രണ്ടിനും പാസ്കൽ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും സ്ട്രെസ്സിന്റെ യൂണിറ്റ് മനസ്സിലായി. അപ്പൊ നമുക്ക് അതിന്റെ ഡയമെൻഷൻ നോക്കണം. എങ്ങനെ മക്കളെ ഡയമെൻഷൻ ചെയ്യുന്നത് നോക്കി. ഇവിടെ മുകളിലുള്ളത് ഫോഴ്സ് അല്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ? ദാറ്റ് ഈസ് ml(T⁻²-2) ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് ഏരിയ അല്ലേ? ഏരിയയുടെ ഡയമെൻഷൻ നമുക്കറിയാം L² ആണ്. അറിയാമല്ലോ എല്ലാവർക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഇക്വേഷൻ. സോ L² എന്ന് വരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു, ഈ L² മുകളിൽ വരുമ്പോഴത്തേക്ക് മക്കളെ L⁻² ആകും. ഇവിടെ L⁻1 ഉണ്ട്. അപ്പോൾ 1ഉം -2 ആകുമ്പോഴത്തേക്ക് അത് -1 വരും. ദാറ്റ് ഈസ് mL⁻1 T⁻². ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ്. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ യൂണിറ്റ് ഏരിയ എന്ന് പറയുക. ഇനി അതിന്റെ ഡയമെൻഷൻ ചോദിക്കുകയാണെങ്കിൽ mL⁻1 T⁻². ഇനി അതിന്റെ യൂണിറ്റോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഇതെന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഒബ്ജക്റ്റിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, ശരി. അപ്പം നിങ്ങൾ സ്ട്രെസ് മനസ്സിലാക്കുന്ന സമയത്ത്, സ്ട്രെസ് പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടേമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും മക്കളെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ വരച്ച ആ റോഡ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. ഓക്കെ, ആ റോഡ് ഞാൻ വരച്ചു. മക്കളെ, ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ആ ക്രോസ് സെക്ഷന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത്. ക്രോസ് സെക്ഷൻ ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, ക്രോസ് സെക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഉള്ളിലേക്കാണ് ഞാൻ എന്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഡീഫോമിംഗ് ഫോഴ്സിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് അകത്തേക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താൽ അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് എന്തുണ്ടാകും മക്കളെ? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകത്തില്ലേ? അപ്പം നമുക്ക് പറയാം ഒരു ബോഡിയുടെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ആ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമുക്ക് വിളിക്കാം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്? ഇതൊരു സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് ഫോം ചെയ്യാൻ കാരണമായ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? ആ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് എപ്പോഴും കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണം. എപ്പോഴും ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഏത് തരം സ്ട്രെസ് ആയിരിക്കും? അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ മക്കളെ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെച്ചേക്കണം. അതിന്റെ പേരാണ് ടെൻസൈൽ സ്ട്രെസ്. എന്താണ് മക്കളെ? ടെൻസൈൽ സ്ട്രെസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് എന്തിനുള്ളത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനുള്ളത്. ഒന്ന് ടെൻസൈൽ സ്ട്രെസ്സും അടുത്തത് കംപ്രസീവ് സ്ട്രെസ്സും. പരീക്ഷയ്ക്ക് ചോദിക്കാം വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്? എന്തൊക്കെ പറയണം? ടെൻസൈൽ സ്ട്രെസ്സും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ്സും. ഇനി എന്താണ് ഈ ടെൻസൈലും കംപ്രസീവും? ഒന്നുമില്ല, കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. ഈ റോഡില്ലേ മക്കളെ, ഇതിനെ ഞാൻ പുറത്തേക്ക് വലിക്കുകയാണ്. ഇതിന്റെ ലെങ്ത് കൊടുത്ത് ഞാനിതിനെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വലിക്കുകയാണ്, പുള്ളി ചെയ്യാണ് പുറത്തേക്ക്. അപ്പം അങ്ങനെ പുറത്തേക്ക് പുള്ളി ചെയ്യുകയാണെങ്കിൽ, പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്, വലിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട്
അകത്തേക്കുണ്ടാകുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സാണ് എന്ത് സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ഞാൻ ഇതിനെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്തപ്പോഴാണ്, വലിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ടെൻസൈൽ സ്ട്രെസ് ഉണ്ടായെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വലിക്കണം. ആ സമയത്ത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് അകത്തേക്ക് ഇൻവേർട്ട് ഡയറക്ഷനിൽ ഫോം ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്ത്? ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ എന്തുമായിരിക്കും? കംപ്രസീവ് സ്ട്രെസ്. ഇതിന്റെ ഷേപ്പും സൈസും മാറ്റാൻ പുറത്തേക്ക് വലിക്കണം എന്ന് മാത്രം നിർബന്ധമില്ല, അകത്തേക്ക് കംപ്രസ് ചെയ്താലും മതി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് അമക്കി പുഷ് ചെയ്ത് ഞാൻ ഇതിനെ കംപ്രസ് ചെയ്തെന്ന് വിചാരിക്കുക, കംപ്രസ് ചെയ്ത്. അപ്പോഴിതിന്റെ ലെങ്തും ഷേപ്പും സൈസും ഒക്കെ മാറി. ഈ സമയത്തും എന്ത് സംഭവിക്കും? ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഒരു സ്ട്രെസ് ഉണ്ടാകും, അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. അതെങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? അത് പുറത്തേക്കായിരിക്കും. കാര്യം നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് ഇവിടെ അകത്തേക്കാണ് കൊടുത്തത്. ഡീഫോമിംഗ് ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. സോ നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും മക്കളെ ഉണ്ടാകുന്നത്? അത് പുറത്തേക്കായിരിക്കും, ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ദാറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ രണ്ട് സ്ട്രെസ് പഠിച്ചല്ലോ, ഒന്ന് ടെൻസൈൽ സ്ട്രെസ്, അതുപോലെ തന്നെ രണ്ടാമത്തത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ മനസ്സിലായല്ലോ. ഏതൊരു ഒബ്ജക്റ്റിലും ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നതാണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഡയമെൻഷൻ ml⁻⁻1 t⁻⁻2 എന്നാണ്. രണ്ട് തരം സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ്സിനെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? അത് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ആണ്. ഒരു ഒബ്ജക്റ്റിനെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സാണ് ടെൻസൈൽ സ്ട്രെസ്. ഇനി ഒരു ഒബ്ജക്റ്റിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സാണ് കംപ്രസീവ് സ്ട്രെസ്. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ സ്ട്രെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം ഇതിനകത്ത് തന്നെ ചോദിച്ചു. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഡെഫിനിഷൻ, യൂണിറ്റ്, ഡയമെൻഷൻ, പിന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ശരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ടോപ്പിക്കായ സ്ട്രെയിൻ നോക്കാം. അപ്പം നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഫോക്കസ് ഏരിയയിലെ അടുത്ത ടോപ്പിക്കാണ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും അവർ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രെസ് നമ്മൾ നോക്കി, നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് സ്ട്രെയിൻ ആണ്. അപ്പോൾ മക്കളെ എന്താണ് സ്ട്രെയിൻ? ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ വരച്ച റോഡ് ഞാൻ തന്നെ വീണ്ടും വരച്ചു. ഓക്കെ, ഒരു റോഡ് ഒരു സിലിണ്ടറിക്കൽ റോഡ് ഞാൻ എടുത്തു. ശേഷം ഞാൻ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ്. പുറത്തേക്ക് ഇതിനെ പിടിച്ച് ഞാൻ വലിച്ചു. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് ഇവിടെ വരെ ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻ. ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് താണ്ട് ഇത്രയും ലെങ്ത് അല്ലെങ്കിൽ ഇത്രയും ഡയമെൻഷൻ കൂടി. ഈ ഇൻക്രീസ് വന്ന ഡയമെൻഷനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് വിളിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ. ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഡയമെൻഷനിൽ ഒരു ചേഞ്ച് വന്നു. ഇതാണ് അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ലെങ്ത്തിൽ മാത്രം ചേഞ്ച് വരണം എന്ന് നിർബന്ധമില്ല. ഇനി വോളിയം മാറാം, ഏരിയ മാറാം, പല കാര്യങ്ങളിൽ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷൻ മാറിയത്. ഞാൻ ലെങ്ത് എന്ന് പറയാതെ ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം ലെങ്ത് മാത്രമല്ല മാറുന്നത്, ഏരിയയും വോളിയം ഒക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടുത്തെ ഡയമെൻഷനാണ് മാറിയിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം ഇവിടുന്ന് ഇവിടെ വരെ അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷനാണ്. ഇത് അവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷനാണ്. നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് അതിനുണ്ടായ ചേഞ്ച് ആണ് താണ്ട് ഇത്രയും, ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇത് ഒറിജിനൽ ഡയമെൻഷൻ ആണ്, ഇതെന്താണ്, ഇത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്. അപ്പം നമുക്ക് പറയാം ദാറ്റ് ഈസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ ഡയമെൻഷനെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ അതിനെ എന്ത് ചെയ്താൽ മതി മക്കളെ? ഒറിജിനൽ ഡയമെൻഷൻ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ത് ചെയ്താൽ മതി? ഒറിജിനൽ ഡയമെൻഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മക്കളെ സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയാം.
വളരെ സിമ്പിൾ അല്ലേ? സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? തെറ്റരുത്, സ്ട്രെസ്സും സ്ട്രെയിനും. സ്ട്രെസ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് സ്ട്രെസ്. പക്ഷെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ ഈ ഡീഫോമിംഗ് ഫോഴ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിന്റെ ഡയമെൻഷനിലൊക്കെ ചേഞ്ച് വരുന്നു. ആ ചേഞ്ച് ഇൻ ഡയമെൻഷനെ അതിന്റെ ഒറിജിനൽ ഡയമെൻഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം, ഒരു പരിധി വരെയൊക്കെ ഓരോ ഒബ്ജക്റ്റിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെയിനും ഉണ്ടാകാം. കാര്യം സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതിനകത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്. ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പും സൈസൊക്കെ മാറത്തില്ലേ? സോ അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ നമുക്ക് പറയാം അവിടെ അപ്പോൾ എന്ത് ഫോം ചെയ്തു? സ്ട്രെയിനും വന്നു. കാര്യം ഡയമെൻഷൻ മാറിയല്ലോ. ഡയമെൻഷൻ മാറുമ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷനെ ഒറിജിനൽ ഡയമെൻഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യം ഇതാണ്. ഒരു പരിധി വരെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ എന്തും കാണും മക്കളെ, സ്ട്രെയിനും ഉണ്ടായിരിക്കും. എപ്പോഴും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പരിധി വരെയൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് സ്ട്രെയിനിന്റെ ഇക്വേഷനും ഡെഫിനിഷനും. അപ്പോൾ ചോദിക്കട്ടെ, യൂണിറ്റും ഡയമെൻഷനും നോക്കണമല്ലോ. അപ്പോൾ ഈ സ്ട്രെയിനിന്റെ യൂണിറ്റും ഡയമെൻഷൻ നമുക്ക് പരിശോധിക്കണം. എന്തായിരിക്കും മക്കളെ? ആലോചിച്ച് നോക്കിയേ. ഇക്വേഷനകത്ത് മുകളിൽ ചേഞ്ച് ഇൻ ഡയമെൻഷനാണ്, താഴെ എന്താണ്? ഒറിജിനൽ ഡയമെൻഷനാണ്. ആലോചിച്ച് നോക്കിയേ. മുകളിൽ വന്നിരിക്കുന്ന സെയിം സാധനമാണ് താഴെ വന്നിരിക്കുന്നത് കേട്ടോ. മുകളിലുള്ള സെയിം സാധനം. ഇപ്പം ഇവിടെ ഡയമെൻഷന്റെ സ്ഥാനത്ത് ഞാൻ ലെങ്ത് കൊടുത്താൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നായിരിക്കും. അല്ലെങ്കിൽ വോളിയം കൊടുത്താൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നായിരിക്കും. അതായത് മുകളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റി ഉള്ളത്. ഈ ഒരു ഇക്വേഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, യൂണിറ്റ് ഉണ്ടായിരിക്കും മക്കളെ? ഒരിക്കലും കാണത്തില്ല. കാര്യം മുകളിലുള്ളതിന്റെ സെയിം യൂണിറ്റ് ആയിരിക്കും താഴെ വരുന്നത്. സോ രണ്ടും കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ യൂണിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഡയമെൻഷനും കാണത്തില്ല. കാര്യം യൂണിറ്റ് ഇല്ലല്ലോ. മുകളിൽ നമ്മൾ കൊടുക്കുന്ന സെയിം ഡയമെൻഷൻ തന്നെ നമ്മൾ താഴെയും കൊടുക്കും. സോ രണ്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ യൂണിറ്റ് ഇല്ല, അതുപോലെ ഡയമെൻഷനും ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. ഓർത്ത് വെച്ചേക്കുക. നന്നായിട്ട് മനസ്സിലായല്ലോ മക്കളെ സ്ട്രെയിൻ. ഇനി സ്ട്രെയിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്കതാണ് ഇനി പരിശോധിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇത്രയേ ഉള്ളൂ. സ്ട്രെയിനെ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ലീനിയർ സ്ട്രെയിൻ. ഒന്നാമത്തെ എന്താ മക്കളെ? ലീനിയർ സ്ട്രെയിൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വോളിയം സ്ട്രെയിൻ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മൂന്നും ശ്രദ്ധിച്ചിരിക്കണം. ഷിയറിംഗ് സ്ട്രെയിൻ വളരെ സിമ്പിളുമാണ്. നോക്കിയേ മക്കളെ, ഫസ്റ്റ് വൺ ലീനിയർ സ്ട്രെയിൻ. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. ലീനിയർ ആയിട്ടാണ് അതിൻ്റെ ഡയമെൻഷൻ മാറിയെന്ന് വിചാരിക്കുക. അതായത് ഞാൻ നേരത്തെ റോഡ് കാണിച്ചില്ല, എൻ്റെ ലെങ്ത് അല്ലേ കൂടിയത്. അപ്പോൾ ഇത്തരത്തിൽ ലെങ്ത്തിൽ വേരിയേഷൻ വന്നാൽ ആ സമയത്ത് ആ വസ്തുവിൻ്റെ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷനെ ഒറിജിനൽ ഡയമെൻഷൻ വെച്ച്, അവിടെ ലെങ്ത്തിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ചേഞ്ച് ഇൻ ലെങ്തിനെ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസറിനെ അല്ലെങ്കിൽ കിട്ടുന്ന സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് സ്ട്രെയിൻ എന്നാണ്? ദാറ്റ് ഈസ് ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ഡയമെൻഷൻ മാറുന്നത് ലീനിയർ ആയിട്ടാണ്, ലെങ്ത്തിലാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ ആ ചേഞ്ച് ഇൻ ലെങ്തിനെ ഒറിജിനൽ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് എന്ത് മക്കളെ? ലീനിയർ സ്ട്രെയിൻ. സംശയമില്ലല്ലോ. അപ്പോൾ എന്തുമായിരിക്കും? വോളിയം സ്ട്രെയിൻ. അതും വളരെ സിമ്പിളാണ്. ഇത് ഡെൽറ്റ എൽ ബൈ എൽ ആണ് ലീനിയർ സ്ട്രെയിൻ എങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? വി ആയിരിക്കും. ഡെൽറ്റ വി എന്ന് വെച്ചാൽ എന്താണ്? അത് ചേഞ്ച് ഇൻ വോളിയം ആണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് അതിന്റെ വോളിയത്തിന് ഇൻക്രീസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ വോളിയം ചേഞ്ച് ആയല്ലോ. ആ ചേഞ്ച് ഇൻ വോളിയത്തിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? അതിന് നേരത്തെ ഒരു ഒറിജിനൽ വോളിയം കാണില്ലേ, അത് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പറയാം ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ് എന്ത്? വോളിയം സ്ട്രെയിൻ. വളരെ സിമ്പിൾ. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ പോലെ തന്നെ വളരെ സിമ്പിളാണ് വോളിയം സ്ട്രെയിൻ. അപ്പോൾ എന്തുമായിരിക്കും? ഷിയറിംഗ് സ്ട്രെയിൻ. അത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് രണ്ടും മനസ്സിലായല്ലോ. ലീനിയർ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. വോളിയം സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? അത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ്. അടുത്തതിന് ഡിസ്കസ് ചെയ്യേണ്ടത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്കത് നോക്കാം എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന്.
അപ്പോൾ നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഷിയറിംഗ് സ്ട്രെയിൻ, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, സിമ്പിളാണ്. അതായത് ഇവിടെ നോക്കി, എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലാർ ബോഡി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പിൽ ഒരു വസ്തു ഇരിപ്പുണ്ട്. ഓക്കെ, റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ബോഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് മക്കളെ, ഏതാണ്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, ഇതിവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഈ റെക്റ്റാങ്കുലർ ബോഡിയുടെ ഈ സ്ഥലം ഞാനങ്ങ് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, ഉറപ്പിച്ച് വെച്ചേക്കാണ്. ഇതിന് ഇവിടുന്ന് അനങ്ങത്തില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഏതാണ്ട് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്തുണ്ടല്ലോ, അതായത് ഈ സർഫസിന് പാരലായിട്ട് വരുന്ന ഈ ഒരു സർഫസിൽ ഞാനൊരു ഫോഴ്സ് അങ്ങോട്ട് എക്സേർട്ട് ചെയ്യുകയാണ്. പാരലായിട്ട് ഈ സർഫസിന് കറക്റ്റ് പാരലായിട്ട് ഈ ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ പിടിച്ച് അമക്കാൻ പോവുകയാണ്. അമക്കി, അപ്പോൾ അമക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പിൽ മാറ്റം വരാൻ പോവുകയാണ്. ഇത് ഫിക്സ് ആണല്ലോ മക്കൾ, ഇവിടെ മാറ്റം വരത്തില്ല. സോ ഇവിടെ ആയിരിക്കും മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഏകദേശം എന്താണ്ട് ഞാൻ ഈ വരയ്ക്കാൻ പോകുന്ന പോലെ ആകുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ അങ്ങായിപ്പോയി, കണ്ടോ? താഴ്ഭാഗം ഫിക്സ് ആയതുകൊണ്ട് താഴ്ഭാഗത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ മുകൾ ഭാഗം എന്ത് ചെയ്ത് മക്കളെ, അതങ്ങ് എന്ത് ചെയ്ത് അങ്ങോട്ടങ്ങ് ചരിഞ്ഞു പോയെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കൊടുത്തത് ഡീഫോമിങ് ഫോഴ്സ് ആണ്, അതുകൊണ്ട് ഷേപ്പൊക്കെ മാറി. അപ്പോൾ ഉറപ്പായിട്ടും റീസ്റ്റോറിങ് ഫോഴ്സ് ഒക്കെ ഉണ്ടായി, ഇതിൻ്റെ ഡയമെൻഷനൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം എവിടെ സ്ട്രെസ് ഉണ്ട് അവിടെ സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെതാണ്ടേ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്. സോ നമുക്ക് പറയാം, ഈ ഒരു ചിത്രത്തിൽ താണ്ടേ ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത്. ഞാൻ അതിനെ എൽ എന്ന് വിളിക്കുകയാണ്, ഒറിജിനൽ ലെങ്ത് എൽ. കണ്ടല്ലോ, താണ്ടേ ഇവിടുന്ന് ഇവിടെ വരെയല്ലേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നേ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഇത് പോയിരിക്കുന്നേ. നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ അങ്ങ് അമങ്ങിപ്പോയത്. സോ ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇത് ഒറിജിനൽ ലെങ്ത് ആണ്, ഞാൻ അതിനെ എൽ എന്ന് വിളിക്കുന്നു. ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായില്ലേ, ഞാൻ ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുകയാണ്. നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക്, നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് പോയി. അതായത് ഇതൊരു പെർപെൻഡിക്കുലർ ആംഗിൾ ആയിരുന്നു, കണ്ടോ? അപ്പോൾ പെർപെൻഡിക്കുലറിൽ നിന്നും ഇത് എന്ത് ചെയ്തു മക്കളെ, കുറച്ചൊന്ന് ടേൺ ചെയ്തു. അപ്പോൾ ടേൺ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഒരു ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്തു, തീറ്റ. ഈ തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ ഇവിടെ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഈ പെർപെൻഡിക്കുലർ ആംഗിളിൽ നിന്നും ടേൺ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ആംഗിൾ ആണ് എന്ത്, ഷിയറിംഗ് സ്ട്രെയിൻ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു, തീറ്റയാണ് നമ്മുടെ ഷിയറിംഗ് സ്ട്രെയിൻ. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് ഡിവൈഡഡ് ബൈ എൽ. അതങ്ങ് പഠിച്ചു വെക്കുക. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എക്സിനെ, അതിനെ എൽ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഷിയറിംഗ് സ്ട്രെയിൻ കിട്ടും. അത് എങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനിങ്ങനെ വരച്ചൊരു സർക്കിൾ പോലെ അങ്ങ് ആക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കൾ, ആംഗിൾ എന്ന് വെച്ചാൽ ആർക്ക് ബൈ റേഡിയസ് ആണെന്ന്. ഇതിനെ ഒരു ആർക്ക് പോലെ നമ്മൾ അങ്ങ് സങ്കല്പിക്കും. അപ്രോക്സിമേഷൻ ആണ്, കറക്റ്റ് ഒന്നും അല്ല. ആർക്ക് പോലെ സങ്കല്പിക്കും. ഇത് അതിന്റെ റേഡിയസ് ആണെന്ന് വിചാരിക്കും. എന്നിട്ട് ഈ ആർക്കിനെ ഈ റേഡിയസ് വെച്ച് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മക്കളെ, തീറ്റ ഇസ് ഇക്വൽ ടു എക്സ് ബൈ എൽ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി ആംഗിൾ ടേൺഡ് പെർപെൻഡിക്കുലർ ഫ്രം എ ഫിക്സഡ് സർഫസ്. ഒരു ഫിക്സഡ് സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ ആംഗിൾ എന്ത് ചെയ്യാണ്, ടേൺ ചെയ്യാണ്. ആ ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്തില്ലേ, ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് മക്കളെ, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഇക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രെയിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്, ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്ട്രെയിൻ്റെ ഡെഫിനിഷൻ എന്താ മക്കളെ, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെയിൻ? ഇല്ല, യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. വാട്ട് ആർ ദി 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്ട്രെയിൻ? ഏതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് ലീനിയർ സ്ട്രെയിൻ, സെക്കൻഡ് വോളിയം സ്ട്രെയിൻ, തേർഡ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ലീനിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. വോളിയം സ്ട്രെയിൻ്റെ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി. ഇനി ഷിയറിംഗ് സ്ട്രെയിൻ എന്താ മക്കളെ? തീറ്റ ഈസ് ഇക്വൽ ടു എക്സ് ബൈ എൽ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഫസ്റ്റ് ഫോക്കസ് ഏരിയ അവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ട്സ് ഒക്കെ കയ്യിൽ കാണും. ഇപ്പം ഞാൻ ബോർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നോട്ട്സിലുള്ള കാര്യങ്ങളും ഇപ്പം
ഈ ബോർഡിലൊക്കെ എഴുതിയ ഞാൻ പോയിന്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ആ ഫസ്റ്റ് ഫോക്കസ് ഏരിയ, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയ മക്കളെ, പെട്ടെന്നാവട്ടെ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവർക്കും ഫസ്റ്റ് ടോപ്പിക്ക് ഫോക്കസ് ഏരിയയിലെ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ്സും അതുപോലെ തന്നെ സ്ട്രെയിനുമാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മക്കളെ, ഡെഫിനിഷനും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്കാണ്. അത് വളരെ സിമ്പിളാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ഹൂക്സ് ലോ. ഓക്കെ, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഹൂക്സ് ലോ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്താണ് ഹൂക്സ് ലോ. മക്കളെ, ഫോക്കസ് ഏരിയയിൽ ഈ ഹൂക്സ് ലോ എന്ന് എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ 100% ഉറപ്പിക്കുക, ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ് ഹൂക്സ് ലോ. കാര്യം ഫോക്കസ് ഏരിയയൊക്കെ വന്നതുകൊണ്ട് തന്നെ ചാപ്റ്റർ വളരെ ചെറുതാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹൂക്സ് ലോ എന്നവരെടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഉറപ്പിക്കാൻ നമുക്ക് ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും 100% ചോദിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഹൂക്സ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, ഞാൻ വീണ്ടും നമ്മുടെ റോഡ് എടുക്കുകയാണ്. എല്ലാം ഞാനൊരു റോഡ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റോഡുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ റോഡിനകത്തേക്ക് ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് എന്തുണ്ടാകും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ മക്കളെ? ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ ലെങ്തും സൈസും ഒക്കെ മാറി, അതായത് ഇതിനകത്ത് ഒരു സ്ട്രെസ് ഉണ്ടായി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഷേപ്പും ലെങ്തും സൈസൊക്കെ മാറിയില്ലേ? അപ്പോൾ ഡയമെൻഷനും മാറിയല്ലോ. അതിൻ്റെ അർത്ഥം ഇവിടെ ആരും ഉണ്ടായെന്നാണ്? സ്ട്രെയിനും ഉണ്ടായി. സോ സ്ട്രെസ്സും ഉണ്ടായിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഇവിടെ സ്ട്രെയിനും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സും കൂടിക്കൊണ്ടിരിക്കും. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ഒരു പരിധി വരെ ഇവിടെ സ്ട്രെയിനും കൂടിക്കൊണ്ടിരിക്കും. ഒരു പരിധിയുണ്ട്, അതിനുശേഷം പിന്നെ പറ്റത്തില്ല. ആ പരിധിയെ നമ്മൾ പറയുന്ന പേര് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. എന്താ മക്കളെ പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ്. അതൊരു ലിമിറ്റാണ്. ആ ലിമിറ്റ് വരെ നമ്മൾ എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരും, അതിനനുസരിച്ച് ഇവിടെ സ്ട്രെസ് വരും. ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഒരു പരിധി വരെ. ഏതാ പരിധി? ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ലിമിറ്റ് വരെ അത് സ്ട്രെയിനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് തന്നെ സ്ട്രെയിനും എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. ഇനി സ്ട്രെസ് ഡിക്രീസ് ചെയ്താലോ അതിനനുസരിച്ച് സ്ട്രെയിനും ഡിക്രീസ് ചെയ്യും. അപ്പം മനസ്സിലാക്കുക, ഒരു പരിധി വരെ ഏതൊരു ബോഡിയിലും സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ പരിധിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാ വിളിക്കുന്നത്. അപ്പം നമുക്ക് പറയാം എന്താണ് ഹൂക്സ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിൽ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ. ഇതിനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ മക്കളെ ഹൂക്സ് ലോ എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിനകത്ത് പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു പരിധി വരെ ഇങ്ങനെ എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അതായത് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഉണ്ടാകുന്ന സ്ട്രെസ്സും അതുപോലെ തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന സ്ട്രെയിനും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഒരു ലിമിറ്റ് വരെ. ആ ലിമിറ്റിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒന്നും അല്ല. ഓക്കെ ആണല്ലോ.
അപ്പം ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും വാട്ട് ഈസ് ഹൂക്സ് ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൂക്സ് ലോ എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ പറയണ്ടേ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. തീർന്നില്ല, കുറച്ച് കാര്യങ്ങൾ എഴുതണം. അതൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ്, ഈ സ്ട്രെസ് ഉണ്ടല്ലോ മക്കളെ, നമുക്ക് പറയാം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നേ? സ്ട്രെയിൻ. അപ്പോൾ പറയാം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. മനസ്സിലായല്ലോ മക്കളെ? ഈ ഒരു ഇക്വേഷൻ എഴുതണം. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. സോ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വേണം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഞാൻ കെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറിയപ്പം ഈക്വൽ ആയി, കോൺസ്റ്റന്റ് കെ വന്നു. ബാക്കി ഇവിടെ എന്താ മക്കളെ ഉള്ള? ഇൻറ്റു ഒരു സ്ട്രെയിൻ ഉണ്ട്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയ കെയെ നമ്മളൊരു പേര് വിളിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ആ പേര് പഠിച്ചു വെച്ചേക്കണം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയ കെയുടെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആ പേര് ഓർത്ത് വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും, ഹൂക്സ് ലോയിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ ഒരു തരും, സ്ട്രെസ് ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്നൊരു ചോദിക്കും. ഹിയർ കെ ഈസ് കാൾഡ് ഡാഷ്. കെ വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ കെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനും ഡെഫിനിഷനും ഒക്കെ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഈ ഒരു ഇക്വേഷനകത്തു മക്കളെ നമുക്ക് പറഞ്ഞിടായോ ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു, ഈ സ്ട്രെയിൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കല്ലേ, നമുക്കിവിടെ കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ എന്ത് വരുന്നേ? കെ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നല്ലേ മക്കളെ വരുന്നേ? അതായത് നമുക്ക് പറയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ മക്കളെ? സ്ട്രെസ്സും സ്ട്രെയിനും. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് കാൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് വെച്ചോ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് പറയുകയാണെങ്കിൽ മുകളിൽ സ്ട്രെസ്സിന്റെ യൂണിറ്റ് അല്ലേ, താഴെ സ്ട്രെയിനിന്റെ യൂണിറ്റ് ആണ്. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ താഴെ സ്ട്രെയിൻ അല്ലേ, സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടോ മക്കളെ? സ്ട്രെയിന് യൂണിറ്റ് ഇല്ലല്ലോ, അപ്പൊ താഴെ ഒന്നും വരത്തില്ല. സോ സ്ട്രെസ്സിന്റെ യൂണിറ്റും ഡയമെൻഷനും എന്താണോ അത് തന്നെയായിരിക്കും ആർക്കും വരുന്നത്, ഈ കെ അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഡയമെൻഷൻ വരുമ്പം നേരത്തെ പോലെ ml⁻⁻1 t⁻⁻2 എന്നും വരും. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഹൂക്സ് ലോ നന്നായിട്ട് മനസ്സിലായില്ലേ മക്കളെ? എന്താ ഹൂക്സ് ലോ എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്ട്രെയിനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്ന് പറഞ്ഞ എല്ലാവരും എൻ്റെ കൂടെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റന്റ് വേണമായിരുന്നു. ഇവിടുത്തെ കോൺസ്റ്റന്റിനെ നമ്മൾ കെ എന്ന് വിളിച്ചു. എന്താണ് അവന്റെ പേര്? അവനെ നമ്മൾ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് പഠിച്ചു വെച്ചേക്കണം, ഉറപ്പായിട്ട് ചോദിക്കും. ഹൂക്സ് ലോയിലെ കോൺസ്റ്റന്റ് അവന്റെ പേര് എന്തോ? അവന്റെ പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇവന്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ എന്തോ മക്കളെ? യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. ഡയമെൻഷനോ അത് ml⁻⁻1 t⁻⁻2 ആണ്. അത്രയേ ഉള്ളൂ ഹൂക്സ് ലോ. ഇനി ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഒരു 3 ക്ലാസിഫിക്കേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അത് ഫോക്കസിൽ എടുത്ത് പറയുന്നില്ല, പക്ഷെ ഹൂക്സ് ലോ പറയുന്നത് കൊണ്ട് തന്നെ അതിൽ വരുന്നതാണല്ലോ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ അതിന്റെ 3 ക്ലാസിഫിക്കേഷൻ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഫോക്കസ് ഏരിയയും അവിടെ തീരും. ഓക്കെ ആണല്ലോ? അപ്പം ഹൂക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ് ഹൂക്സ് ലോ അല്ലെങ്കിൽ റൈറ്റ് ഹൂക്സ് ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതുക. ഇനി വേണമെങ്കിൽ ചോദിക്കാം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ലോ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഏതാ മക്കളെ ആ ലോ? അത് ഹൂക്സ് ലോ ആണ്. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ തരാം, സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ.
ഹിയർ കെ ഈസ് കാൾഡ് ഡാഷ്. കെ വിളിക്കുന്ന പേര് എന്തോ മക്കളെ? കെ വിളിക്കുന്ന പേര്, കെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും ദ റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഈസ് കാൾഡ് ഡാഷ്. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരെന്താണ്? എന്തോ മക്കളെ വിളിക്കുന്ന പേര്? അതാണ് നമ്മൾ പറഞ്ഞത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? അപ്പോൾ എഴുതി വെക്കണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ml⁻⁻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 ⁻
നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ മക്കളെ. ശരി, അപ്പം നമുക്കിനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലാക്കണം 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. കറക്റ്റായിട്ട് പഠിക്കണം. ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക, യങ്സ് മോഡുലസ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ 1ാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേരാണ് യങ്സ് മോഡുലസ്. 2ാമത്തെ ക്ലാസിഫിക്കേഷൻ പേര് പഠിച്ചു നോക്കുക, അവന്റെ പേരാണ് ബൾക്ക് മോഡുലസ്. ഈ പേരൊക്കെ അങ്ങ് പഠിക്കുക. ഫസ്റ്റ് യങ്സ് മോഡുലസ്, 2ാമത്തെ എന്താണ് ബൾക്ക് മോഡുലസ്, 3ാമത്തെ പേരാണ് റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് പേരൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താ മക്കളെ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ യങ്സ് മോഡുലസ് ആണ്, സെക്കൻഡ് വൺ ബൾക്ക് മോഡുലസ് ആണ്, തേർഡ് വൺ റിജിഡിറ്റി മോഡുലസ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് യങ്സ് മോഡുലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് പഠിച്ചു, അതുപോലെ നമ്മൾ 3 ടൈപ്പ് സ്ട്രെയിനും പഠിച്ചു. അതിൽ സ്ട്രെസ്സിനെ നമ്മൾ പഠിച്ച ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ സ്ട്രെയിൻ്റെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു മക്കളെ? ലീനിയർ സ്ട്രെയിൻ ആണ്. ഏതാണ്? ലീനിയർ സ്ട്രെയിൻ. സോ സ്ട്രെസ്സിനെ ലീനിയർ സ്ട്രെയിൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. അപ്പോൾ എന്താ മക്കളെ യങ്സ് മോഡുലസ്? ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ. അതാണ് യങ്സ് മോഡുലസ്. ഇതിനെ നമ്മൾ മലയാളത്തിൽ കടുപ്പം എന്നൊക്കെ പറയും, ദൃഢതയുള്ള വസ്തു എന്നൊക്കെ നമ്മൾ പറയും. ഒരു വസ്തുവിന് യങ്സ് മോഡുലസ് കൂടുതലാണെങ്കിൽ അതിന് കടുപ്പം കൂടുതലാണ്, കട്ടി കൂടുതലാണൊക്കെ നമ്മൾ പറയാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം? സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, യങ്സ് മോഡുലസ് കൂടുന്നതിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയും കൂടുന്നതായിരിക്കും. ഒരു ഒബ്ജക്റ്റിന് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അതിന് യങ്സ് മോഡുലസും കൂടുതലായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു മക്കളെ, സ്റ്റീലും റബ്ബറും തന്നിട്ട് ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന്? അപ്പം ഞാൻ ആൻസർ പറഞ്ഞു സ്റ്റീലാണ്. അതിനൊരു പരിധിവരെ കാരണക്കാരൻ ഈ യങ്സ് മോഡുലസും കൂടാണ്. യങ്സ് മോഡുലസും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കൂടുതലാണെന്ന് ആർക്ക് പറയുന്നേ? സ്റ്റീലിന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് അതിന്റെ റീസൺ ചോദിക്കുകയാണ്, സ്റ്റീലും റബ്ബറും എടുത്തിട്ട് ഇലാസ്റ്റിക് ആരാണ് വൈ എന്ന് ചോദിച്ചാൽ ഇലാസ്റ്റിക് സ്റ്റീലാണ്. റീസൺ ചോദിച്ചാൽ പറയണം ഇറ്റ് ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. അതിന്റെ യങ്സ് മോഡുലസ് എന്താണ്? കൂടുതലാണെന്ന് കൂടി പറയുക. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് ആൻസർ കംപ്ലീറ്റ് ആവും. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ ആണ് നമ്മുടെ യങ്സ് മോഡുലസ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും മക്കളെ? ബൾക്ക് മോഡുലസ്. ആലോചിച്ച് നോക്കിയേ, ബൾക്ക് മോഡുലസ് ഇത് ലീനിയർ സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ അടുത്ത് എന്തുമായിരിക്കും? ഉറപ്പായിട്ടും ഏതായിരിക്കും? നിങ്ങളുടെ തന്നെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ലീനിയർ സ്ട്രെയിന് പകരം എന്ത് വരും മക്കളെ? വോളിയം സ്ട്രെയിൻ എന്ന് വരും. അപ്പം നമുക്ക് ആൻസർ പറയാം, ബൾക്ക് മോഡുലസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് വോളിയം സ്ട്രെയിൻ. ഒരു ബോഡിക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ അതിന്റെ വോളിയം സ്ട്രെയിൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് അവിടുത്തെ എന്ത്? ബൾക്ക് മോഡുലസ്. തെറ്റിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ എന്തായിരിക്കും? റിജിഡിറ്റി മോഡുലസ്. ഇത് ലീനിയർ സ്ട്രെയിൻ, ഇത് വോളിയം സ്ട്രെയിൻ, പിന്നെ ഒരു സ്ട്രെയിനും കൂടെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് ഷിയറിംഗ് സ്ട്രെയിൻ അല്ലേ? അപ്പൊ എന്തുമായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിട്ടുള്ള റിജിഡിറ്റി മോഡുലസ്. എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? Rigidity modulus is the ratio between stress and
ഷിയറിംഗ് സ്ട്രെയിൻ. സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ആ 3 ക്ലാസിഫിക്കേഷനും നമ്മുടെ സെക്കൻഡ് ടോപ്പിക്ക് ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ ടോപ്പിക്കായ ഹൂക്സ് ലോയും അവിടെ അവസാനിച്ചു. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം ഈ ഒരു ടോപ്പിക്ക് ഹൂക്സ് ലോ എന്ന ഈ ഒരു ടോപ്പിക്ക് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഈ ഒരു ഹൂക്സ് ലോ എന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ ഇക്വേഷൻ, അവിടെ വരുന്ന കോൺസ്റ്റന്റിന്റെ പേര്, അതിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ, അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ, അത്രയേ ഉള്ളൂ ആ ടോപ്പിക്ക്. കഴിഞ്ഞു. അപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ഹൂക്സ് ലോ. സ്റ്റേറ്റ് ഹൂക്സ് ലോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ തെറ്റിക്കത്തില്ലല്ലോ. എന്തുവാ സ്റ്റേറ്റ് ഹൂക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. എന്താ അത് നേരത്തെ ഞാൻ എഴുതിയായിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതുന്നില്ല. ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. എന്നിട്ട് ആ ഇക്വേഷൻ കൂടെ എഴുതണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൂക്സ് ലോ. തെറ്റിക്കത്തില്ലല്ലോ. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാം, നിങ്ങളോട് ചോദിക്കാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഹിയർ കെ ഈസ് കാൾഡ് ഡാഷ്. കെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? എന്ത് പറയും? കെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചു, അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ യൂണിറ്റ് ആൻഡ് dimension, what are the unit and dimension of modulus of elasticity? Modulus of elasticity. Modulus of elasticity യുടെ യൂണിറ്റും ഡയമെൻഷനും എന്തൊക്കെയാണ്? എന്തൊക്കെയാ മക്കളെ യൂണിറ്റ്? ഫസ്റ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സെക്കൻഡ് ഡയമെൻഷൻ എന്താ മക്കളെ? ml⁻⁻1 t⁻². അടുത്ത ക്വസ്റ്റ്യൻ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദിക്കാം. വാട്ട് ആർ ദി 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ 3 ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ മക്കളെ നിങ്ങൾ പറയണം ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ യങ്സ് മോഡുലസ്, സെക്കൻഡ് വൺ ബൾക്ക് മോഡുലസ്, മൂന്നാമത്തത് റിജിഡിറ്റി മോഡുലസ്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം 3 ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? അതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോയാൽ മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തന്നെ ഇതുവരെ ഈ ഹൂക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയാതിരുന്ന കുട്ടികൾ പോലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളിത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ആ രണ്ടാമത്തെ ടോപ്പിക്കും പഠിക്കുക. വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് പോയി ആ രണ്ടാമത്തെ ടോപ്പിക്കിൽ നിന്നും ഫുൾ മാർക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഹൂക്സ് ലോ അതാണ് സെക്കൻഡ് ടോപ്പിക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി, ആ 2 ടോപ്പിക്കും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് സമയം തരുന്നതാണ്. ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയല്ലോ മക്കളെ. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ ടോപ്പിക്കായ ഹൂക്സ് ലോ ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വെച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സിലുള്ള ഹൂക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കിയ മക്കളെ. പെട്ടെന്നാവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ 2 ടോപ്പിക്കും നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം.
ലാസ്റ്റ് ടോപ്പിക്ക്, ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കണമല്ലോ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസ് വേണം, അതുപോലെ തന്നെ എന്തും വേണം മക്കളെ, വൈ ആക്സിസും വേണം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എപ്പോഴും വരയ്ക്കുമ്പോൾ പഠിച്ചു വെച്ചേക്കണം, വൈ ആക്സിസിൽ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് സ്ട്രെസ് ആയിരിക്കും. അതൊരിക്കലും തെറ്റാൻ പാടില്ല കേട്ടോ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൽ എപ്പോഴും ആരെ മാർക്ക് ചെയ്യൂ? സ്ട്രെസ്സിനെ മാർക്ക് ചെയ്യൂ എന്ന് ഓർത്ത് വെച്ചേക്കണം. എക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും സ്ട്രെയിൻ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കണം. തിരിച്ചല്ലേ? ഇത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വൈ ആക്സിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുക? ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്തോ മക്കളെ ചെയ്യേണ്ടത്? സ്ട്രെസ് ആണ്. ഇനി എക്സ് ആക്സിൽ ഏതാന്ന് ചോദിച്ചാലോ? സ്ട്രെയിൻ ആണ്. അതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ ഗ്രാഫ്. ഇനി എങ്ങനെയാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വരയ്ക്കുന്നത്, ഗ്രാഫ് വരയ്ക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഏതാണ്ടേ ഒരു സർഫസ് ഇവിടെ ഉണ്ട്. ഈ സർഫസിൽ ഒരു വയർ ഞാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഇലാസ്റ്റിക് വയർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മാസ് ഇങ്ങനെ ഹാങ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഒരു മാസ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ മാസ് എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് കൊടുത്തതല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. അത് ഇതിനെ പിടിച്ച് താഴേക്ക് എന്ത് ചെയ്യും? വലിക്കും. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എന്തും കാണും മക്കളെ? റീസ്റ്റോറിംഗ് ഫോഴ്സും കാണും. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം ഈ വയർ എന്ത് ചെയ്യും? താഴേക്ക് വലിയും. അപ്പോൾ നമുക്കറിയാം ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് എന്തുണ്ടായി? സ്ട്രെസ് ഉണ്ടായി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ആരെയും കാണും? സ്ട്രെയിനും കാണും. അപ്പം അങ്ങനെ നമ്മൾ മാസ് ഇതിനകത്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചും സ്ട്രെയിനും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കൂടുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം ഒരു പരിധി വരെ ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഞാൻ ആ ഗ്രാഫ് വരയ്ക്കുകയാണ്. താണ്ടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ നമ്മുടെ ഗ്രാഫ് താണ്ട് ഇങ്ങനെ പോയി, കണ്ടല്ലോ. ഈ പോയിന്റിനെ ഞാൻ ഒ എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ എ എന്നും വിളിച്ചു, ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. അപ്പം ഒ തൊട്ട് എ വരെ എന്താ മക്കളെ പ്രത്യേകത? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്കറിയാം സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രസ്താവിക്കുന്ന റൂളിന്റെ പേരെന്തുവാ, അല്ലെങ്കിൽ ലോയുടെ പേരെന്തുവാ? ഹൂക്സ് ലോ എന്നല്ലേ? അപ്പം നമുക്ക് പറയാം ഈ ഗ്രാഫിൽ ഒ തൊട്ട് എ വരെ നമ്മുടെ ഇലാസ്റ്റിക് വയർ ഉണ്ടല്ലോ, അതെന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഒ തൊട്ട് എ വരെ ഇതൊരു ലിമിറ്റ് ആണ്. ഈ ലിമിറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇത് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് സ്ട്രെയിനും കൂടി വരുന്നത്. സോ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമുക്ക് പറയാം ഒ തൊട്ട് എ വരെ നമ്മുടെ ഈ ഗ്രാഫ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ലിമിറ്റാണ്. ഈ ലിമിറ്റ് വരെയാണ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റിനെ ഒരു പേര് വിളിക്കും. ആ പേരങ്ങ് പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. എ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എന്താ മക്കളെ എ വിളിക്കുന്ന പേര്? പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എന്തുകൊണ്ട് ആ പേര് വന്നേ? പേര് വരാൻ കാരണം ഇത്രയേ ഉള്ളൂ, എ വരെ നമ്മുടെ ഗ്രാഫ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പം എ ആണ് ആ ലിമിറ്റ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന മാക്സിമം ലിമിറ്റ് ആണ് എ. അതായത് അവിടെ വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കണ്ടോ, പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഏത് പേര് വന്നേ? പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന പേര് വന്നത്. സംശയമൊന്നുമില്ലല്ലോ മക്കളെ. അപ്പൊ ഇനിയും ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്? ഇനി ഞാൻ മാസ് ഇടുകയാണ്. അപ്പൊ ഇനിയും മാസ് ഇടുമ്പോഴത്തേക്ക് വീണ്ടും ഇത് എന്ത് ചെയ്യും? ഇതിനകത്ത് ഡീഫോമിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നു, താഴേക്ക് ഇതിനെ പിടിച്ചു വലിക്കുന്നു, പിന്നെയും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ടാകുകയാണ്. അതായത് സ്ട്രെസ് പിന്നെയും കൂടിക്കൂടി വരികയാണ്. എ എന്ന പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് ശേഷം ഇനി ഞാൻ എത്ര മാസ് ഇട്ടാലും ഇനി നമ്മുടെ ഗ്രാഫിന് സംഭവിക്കുന്ന മാറ്റം അത് കർവ് ചെയ്തായിരിക്കും പോകുന്നത്. മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മുടെ ഗ്രാഫിന് എങ്ങനെ ആയിരിക്കും പോകുന്നത്? കർവ് ചെയ്ത്. അതിന്റെ അർത്ഥം
എ കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ്സും സ്ട്രെയിനും എന്തല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. മനസ്സിലായല്ലോ? അതായത് എന്താണ്, സ്ട്രെസ് കൂടുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് തന്നെ ആര് കൂടത്തില്ല, സ്ട്രെയിൻ കൂടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. ആ പോയിന്റിനെ മക്കളെ ഞാൻ എന്താ വിളിക്കുന്നത്, ബി എന്ന് വിളിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒ തൊട്ട് എ വരെ നമ്മുടെ ഗ്രാഫ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, അവിടെ വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എ വിളിച്ച പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. അതുവരെയാണ് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുന്നത്. പിന്നെ ഗ്രാഫ് കർവാണ്. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എയിൽ വെച്ച് ഞാൻ ഈ ഡീഫോമിംഗ് ഫോഴ്സ് അങ്ങ് റിലീസ് ചെയ്തെന്ന് വെച്ചോ. അതായത് ഈ മാസ് ഞാൻ ഇവിടെ നിന്ന് എടുത്താൽ ഈ വയർ തിരിച്ചങ്ങ് പഴയ അവസ്ഥയിൽ പോകും. അതായത് തുടക്കത്തിൽ ഇത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങോട്ട് എന്ത് ചെയ്യും, ഈ വയർ എത്തിച്ചേരും, സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം 0 ആയിട്ട് മാറും. അപ്പം എയിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്, കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് റിലീസ് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. അപ്പം എന്ത് സംഭവിക്കും, നമ്മുടെ ഗ്രാഫ് വീണ്ടും പഴയ പോലെ ഇവിടെ വന്നിരിക്കും. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും എന്തായി പോയി, 0 ആയി പോയി. ഇതുപോലെ ബി എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ വെച്ചും ഞാൻ എന്ത് ചെയ്യാണ്, ബി വരെ അല്ലെങ്കിൽ ബി വരെ ഞാൻ എന്ത് ചെയ്യാണ്, ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അത് റിമൂവ് ചെയ്താൽ ബി വരെ അതെന്ത് ചെയ്യും, തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് വരും. പക്ഷേ എയിൽ നിന്ന് ബിയിലോട്ട് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ, അത് ഒബേ ചെയ്യത്തില്ല. കാര്യം പ്രപ്പോർഷണൽ അല്ല, കർവാണ്. മനസ്സിലായല്ലോ മക്കളെ? പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താ, ബി വരെ അത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. എന്താ മക്കളെ ഇലാസ്റ്റിക് ബിഹേവിയർ? നമുക്കറിയാമല്ലോ, തിരിച്ചു പഴയ അവസ്ഥയിലേക്ക് പോകുന്നതല്ലേ, ഒറിജിനൽ കണ്ടീഷനിലേക്ക് പോകുന്നതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ. അപ്പോൾ ബിയിലെ പ്രത്യേകത, ബി വരെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ബി വരെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ ഈ വയർ എന്ത് കാണിക്കുന്നുണ്ട്, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ, ബിയിൽ വെച്ചും ഞാനതിനെ റിമൂവ് ചെയ്താൽ, ആ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ വയർ തിരിച്ചെന്ത് ചെയ്യും, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് ചെന്ന് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇതും ഒരു ലിമിറ്റ് തന്നെയല്ലേ, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഒരു ലിമിറ്റ് അല്ലേ ബി. അതുകൊണ്ട് നമുക്ക് ബിയെ വിളിക്കാം, അതിന്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. എന്തോ ലിമിറ്റാ മക്കളെ, എന്തുകൊണ്ട് ആ പേര് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന പേര് വരാൻ കാരണം അവിടെ വരെ നമ്മൾ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാഫ് തിരിച്ച് ഇവിടെ വരുന്നുണ്ട്. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിട്ട് മാറുന്നുണ്ട്, 0 ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് മാസ് ഇടുന്നതിനനുസരിച്ച്, ഇനി നമ്മൾ മാസ് ഇതിനകത്തോട്ട് ഇടുന്നതിനനുസരിച്ച് വീണ്ടും നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കർവ് ചെയ്ത് പോകും. അതിങ്ങനെ കർവായിട്ട് പോകും. അവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്, ഞാൻ അതിനെ സി എന്ന് വിളിക്കുന്നു. എന്താ മക്കളെ വിളിച്ചേ, സി. ബിക്ക് ശേഷം, അതായത് ബി കഴിഞ്ഞ് ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നമ്മൾ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സിന് റിമൂവ് ചെയ്താൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, അതിന്റെ പഴയ അവസ്ഥയായ ഈ 0യിലേക്ക് വരുത്തില്ല. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിട്ട് മാറത്തില്ല, 0 ആയിട്ട് മാറത്തില്ല. എന്തിനു ശേഷമാണ്, ബിക്ക് ശേഷം, ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം അതൊരിക്കലും എന്ത് ചെയ്യില്ല മക്കളെ, അതൊരിക്കലും നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെസ്സും സ്ട്രെയിനും 0 ആയിട്ട് മാറില്ല. പകരം നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പോയിന്റിനെ സി എന്ന് വിളിക്കുകയാണ്. ബി കഴിഞ്ഞ് ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷമുള്ള ആ ഒരു പോയിന്റിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. ആ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം ഞാൻ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ, കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്തു, അതിന്റെ അർത്ഥം അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ല, അതായത് സ്ട്രെസ്സും ഇല്ലാതെ മാറി, സ്ട്രെസ്സും 0 ആയിട്ട് മാറി. പക്ഷേ സ്ട്രെയിൻ ആ സമയത്ത് 0 ആയിരിക്കത്തില്ലെന്ന് ഓർത്ത് വെച്ചേക്കണം. ആ സമയത്ത് ആ വസ്തുവിന് അല്ലെങ്കിൽ ഈ ഒരു വയറിന് എന്തുണ്ടായിരിക്കും, ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കും. കാര്യം നമ്മൾ ഇത്രയും വെയിറ്റ് എല്ലാം കൊടുത്തിട്ട് റിമൂവ് ചെയ്യുമ്പം ഇത് പഴയ അവസ്ഥയിലേക്ക് ചെല്ലത്തില്ല, കുറച്ചൊന്ന് വലിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഒറിജിനൽ ലെങ്തിലേക്ക് വരത്തില്ല, അതിൽ നിന്ന് കുറച്ചുകൂടെ വലിഞ്ഞു നിൽക്കും. അതിന്റെ അർത്ഥം എന്താ മക്കളെ, ആ സമയത്ത് അതിനകത്ത് എന്തുണ്ടെന്ന്, ഒരു സ്ട്രെയിൻ ഉണ്ടെന്നല്ലേ. എന്തുവാ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഇത് ഒറിജിനൽ ഡയമെൻഷൻ എന്നല്ലേ. ഡയമെൻഷനിൽ ചേഞ്ച് വന്നാൽ സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രമാത്രം മാസ് ഇട്ടിട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യുന്നില്ല, പഴയ അവസ്ഥയിലേക്ക് അങ്ങ് പോകുന്നില്ല, കുറച്ചൊന്ന് വലിഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് വലിഞ്ഞു നിന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ, സ്ട്രെയിൻ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് പറയാം, സിയിൽ വെച്ച് ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, അത് തിരിച്ച് അതിന്റെ സ്ട്രെയിൻ ഉള്ള ഒരു പോയിന്റിലായിരിക്കും വന്ന് നിൽക്കുന്നത്. സ്ട്രെസ് 0 ആയിട്ട് മാറി, കാര്യം ഫോഴ്സ് റിമൂവ് ചെയ്തല്ലോ. പക്ഷെ സ്ട്രെയിൻ 0 ആയോ, ഇല്ല. അപ്പൊ മക്കളെ മനസ്സിലാക്കുക, സിയിലെ പ്രത്യേകത എന്താ, സിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വെച്ച് ഞാൻ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ വസ്തു എന്ത് ചെയ്യുന്നില്ല,
തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. അതായത് അതിനകത്തൊരു സ്ട്രെയിൻ ഉണ്ട്. അപ്പം ഞാൻ ആ സ്ട്രെയിൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇത്രയും ഒരു ലെങ്ത് ഉണ്ടല്ലോ മക്കളെ, ഇത്രയും ഒരു സ്ട്രെയിൻ, ഇതിനൊരു പേരുണ്ട്. ഈ പോയിന്റ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഒ ഡി എന്ന് പറയുന്ന ആ ഒരു റീജിയന്റെ പേരെന്ന് പഠിച്ചു വെച്ചേക്കണം. അവന്റെ പേരാണ് പെർമനന്റ് സെറ്റ്. എന്തോ പേര്? പെർമനന്റ് സെറ്റ്. എന്തുകൊണ്ട് ആ പേര് വന്നേ? പെർമനന്റ് സെറ്റ് എന്ന പേര് വരാൻ കാരണം ഇത്രയേ ഉള്ളൂ, ആ ഒരു റീജിയണിൽ ആ വസ്തുവിന് സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ എന്തില്ല? സ്ട്രെസ് ഇല്ല. അപ്പൊ പെർമനന്റ് സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അവിടെ സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ സ്ട്രെസ് ഇല്ല. സ്ട്രെയിൻ ഉണ്ട്, സ്ട്രെസ് ഇല്ല. അപ്പൊ അതാണ് സിയുടെ പ്രത്യേകത. ഇനിയും ഞാൻ ഇതിനകത്തേക്ക് മാസ് ഇടുകയാണ്. അപ്പൊ ഇനിയും മാസ് ഇടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും അറിയാവോ? നമ്മുടെ ഗ്രാഫ് പിന്നെയും കർവ് ചെയ്തിനെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഈ ഇലാസ്റ്റിക് വയർ പിന്നെയും താഴേക്ക് വലിഞ്ഞ് 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 ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിന്റെ പേര് ഞാൻ അതിനെ ഡി എന്ന് വിളിക്കുകയാണ്. ഈ പോയിന്റിന്റെ പ്രത്യേകത, ഇനി നമ്മൾ മാസ് ഇടുന്നതിനനുസരിച്ച് ഒരിക്കലും സ്ട്രെസ്സും സ്ട്രെയിനും കൂടത്തില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല? സ്ട്രെസ്സും സ്ട്രെയിനും കൂടത്തില്ല. നമ്മൾ ഇടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടി വരും, പക്ഷെ സ്ട്രെയിൻ കൂടി വരും, പക്ഷെ സ്ട്രെസ് അതിനനുസരിച്ച് കുറഞ്ഞ് 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 വന്നൊരു പോയിന്റിലേക്ക് എത്തും. അപ്പം ഈ ഗ്രാഫ് പോയിരിക്കുന്നുണ്ട്, ഇങ്ങനെ താഴ്ന്ന് പോയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തുവാ? സ്ട്രെയിൻ കൂടിക്കൂടി വന്നു, പക്ഷെ സ്ട്രെസ് എന്ത് ചെയ്യാണ്? സ്ട്രെസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന്റെ അർത്ഥം എന്തുവാ മക്കളെ? നമ്മൾ വെയിറ്റ് ഇടുന്നതിനനുസരിച്ച് എന്താണ്? അത് വലിഞ്ഞു വലിഞ്ഞു വന്നു. എന്നിട്ട് നമ്മൾ വെയിറ്റ് റിമൂവ് ചെയ്താലും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതങ്ങ് വലിഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഇ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എത്തിച്ചേരുകയും നമ്മുടെ ഈ ഇലാസ്റ്റിക് വയർ ഉണ്ടല്ലോ അതങ്ങ് ബ്രേക്കായി പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ വരുന്ന വഴിക്ക് ഇവിടെ ഡിയും ഇയും രണ്ട് പോയിന്റ് കണ്ടില്ലേ? ഇവിടെ ഡി എന്ന് പറഞ്ഞ ഈ പോയിന്റിന് ഒരു പേരുണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. ഡിയുടെ പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ ഡിയുടെ പ്രത്യേകത എന്താ മക്കളെ? ഡിക്ക് ശേഷം പിന്നെ സ്ട്രെസ്സും സ്ട്രെയിനും ഒരിക്കലും പ്രപ്പോർഷണൽ അല്ല. സ്ട്രെയിൻ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് സ്ട്രെസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ആ പ്രത്യേകതയാണ് ഡിക്കുള്ളത്. ഡിയുടെ പേരെന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ്. അങ്ങനെ അവസാനം അങ്ങനെ സ്ട്രെയിൻ കൂടിക്കൂടി വരുന്നു. സ്ട്രെസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടും എന്താണ്? സ്ട്രെസ് നമ്മൾ പതുക്കെ പതുക്കെ എടുക്കുന്നുണ്ട് മാസ്, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? സ്ട്രെയിൻ കുറയുന്നില്ല, സ്ട്രെയിൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വലിഞ്ഞു അവസാനം തങ്ങ് എന്ത് ചെയ്യും മക്കളെ? ഇ എന്ന് പറഞ്ഞ പോയിന്റ് വെച്ച് തങ്ങ് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പൊ ഈ വെച്ച് പൊട്ടിപ്പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇയെ നമ്മൾ വിളിക്കുന്ന പേര് ഓർത്ത് വെച്ചേക്കണം. ഇയുടെ പേരാണ് പഠിച്ചു വെച്ചേക്കുക ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ ആണ്. ഫ്രാക്ചർ എന്ന് വെച്ചാൽ മക്കളെ പൊട്ടിപ്പോകുന്നു, ഫ്രാക്ചർ പോയിന്റ്. അപ്പം ഈ പേരുകൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. ഗ്രാഫ് തന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയൊക്കെ പേര് ചോദിക്കും. എന്തുവാ മക്കളെ എയുടെ പേര്? എയുടെ പേര് പ്രപ്പോർഷണൽ ലിമിറ്റ്. ബിയുടെ പേര് എന്തുവാ? ഇലാസ്റ്റിക് ലിമിറ്റ്. സിക്ക് പ്രത്യേകിച്ച് പേരില്ല, പക്ഷേ സിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ ഓഡി എന്ന് പറഞ്ഞ റീജിയൻ കിട്ടും. അതിന്റെ പേര് പെർമനന്റ് സെറ്റ് എന്നാണ്. ഡിയുടെ പേര് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇയുടെ പേര് ഫ്രാക്ചർ പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇതാണ് ഈ മൂന്നാമത്തെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്. ഇത് വളരെ സിമ്പിളാണ്, നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചേക്കണം. ഇപ്പോൾ ഫോക്കസ് ഏരിയ പറഞ്ഞതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചിട്ട് അതിലെ മെയിൻ പാർട്സും അതിന്റെ പേരും ഒക്കെ മാർക്ക് ചെയ്യാൻ പറയാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഇതിൽ സൈഡിലേക്ക് മാറ്റി ഓരോരോ പോയിന്റിന്റെ പേരൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. വളരെ സിമ്പിളാണ്. വരയ്ക്കുമ്പോൾ വൈയിൽ സ്ട്രെസ്സും എക്സിൽ സ്ട്രെയിനും എടുക്കാവൂ എന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം. അത്രയും കാര്യങ്ങളാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ മക്കളെ? ഏതാണ്ട് ഈ ഡി ഇ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് ക്വസ്റ്റ്യൻ വരും. അവർ ചോദിക്കും ഈ ഡിയും ഇയും വളരെ അടുത്താണെന്ന് വിചാരിക്കുക. ഡിയും ഇയും വളരെ അടുത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് അത് കൂടുതൽ ഡക്റ്റൈൽ ആണോ അതോ ബ്രിട്ടിലാണോ എന്ന് ചോദിക്കും. ഡക്റ്റൈൽ ആണോ അതോ ബ്രിട്ടിലാണോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം, ഡിയും ഇയും വളരെ ക്ലോസ് ആണെങ്കിൽ അത് ബ്രിട്ടിലായിരിക്കും. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ദൃഢതയുള്ളത്, പൊട്ടിപ്പോവും. ഈ ഗ്ലാസ് ഒക്കെ ഇല്ലേ, ഗ്ലാസിന്റെ ഒക്കെ പ്രത്യേകത അത് വളരെ ബ്രിട്ടിലാണ്. അതായത് അവിടെ ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും അതുപോലെ തന്നെ ഫ്രാക്ചർ പോയിന്റും വളരെ അടുത്താണ് വരുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിയും ഇയും ക്ലോസ് അല്ല, വളരെ ദൂരെയാണെങ്കിൽ, ഇത് വളരെ ദൂരോട്ട് മാറിയിരിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പ്രത്യേകത അത് ബ്രിട്ടിലല്ല, മറിച്ച് അത് ഡക്റ്റൈലായിരിക്കും. അത് വലിയുന്ന വസ്തുവാണ്, ഒരുപാട് നന്നായിട്ട് വലിഞ്ഞിട്ടായിരിക്കും അവസാനം ബ്രേക്കായി പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്.
ഡിയും ഇയും ക്ലോസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ബ്രിട്ടിലാണ്. വളരെ ദൂരെയാണെങ്കിലോ ഡക്റ്റൈലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പം ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പം നല്ല രീതിയിൽ തന്നെ ഇതുവരെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കാത്തവർ ഇപ്പം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫൊക്കെ ഇതുപോലെ നന്നായിട്ട് വരയ്ക്കണം. ഈ പോയിന്റുകൾക്കൊക്കെ പേരൊക്കെ ഉണ്ട്, ആ പേരൊക്കെ പഠിക്കണം. എയുടെ പേര് പ്രപ്പോർഷണൽ ലിമിറ്റ്, ബിയുടെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ്, ODയുടെ പേര് എന്താണ് പെർമനന്റ് സെറ്റ്, ഡിയുടെ പേര് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഇയുടെ പേര് ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ചെയ്യാം. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടുന്നതാണ്. മക്കളെ, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുക ആൻഡ് മാർക്ക് ദ പോയിന്റ്. എന്നിട്ട് ആ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? താണ്ട് ഈ പടമാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഈ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ ABCD എന്നൊക്കെ ഇട്ടിട്ടങ്ങ് പോയാൽ പോരാ. അതിൻ്റെ ഞാൻ നേരത്തെ ഇവിടെ എഴുതിയില്ലേ, ആ പേരൊക്കെ ഉറപ്പായിട്ടും എഴുതണം. എയുടെ പേരും ബിയുടെ പേരും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാഫ് വരച്ച് പോയിന്റൊക്കെ മാർക്ക് ചെയ്യുന്നതിന്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ ഗ്രാഫിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റ് എവിടെ വരെയാണ്, അല്ലെങ്കിൽ എവിടെ വരെയാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത്? എവിടെ വരെ മക്കളെ? O തൊട്ട് OA വരെ, അതായത് OA, അതാണ് OA എന്ന് പറയുന്ന റീജിയനാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത്. കാര്യം അവിടെ വരെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആകുന്നത്. പിന്നെ ഗ്രാഫ് കർവ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോഴാണ് നമ്മൾ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. പിന്നെ കർവ് ആയിട്ടാണ് ഗ്രാഫ് പോകുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ആ ഒരു വയർ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് എവിടെ വരെയാണ്? ആ പോയിന്റിന്റെ പേരെന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം, ബി എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത്. അതിന്റെ പേരെന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരും. ഗ്രാഫ് വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, സിയിൽ നിന്ന് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ വയർ തിരിച്ച് ഒറിജിനിൽ പോകുമോ, പഴയ അവസ്ഥയിൽ പോകുമോ? ഇനി പോയില്ലെങ്കിൽ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയണം, പോകത്തില്ല. കാര്യം അതിനകത്ത് ആ സമയത്തും ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു റീജിയൻ ഉണ്ട്, അതിന്റെ പേരെന്താണ്? പെർമനന്റ് സെറ്റ് അഥവാ OD എന്നാണ്. ഇനി ചോദിക്കും, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരും, ലാസ്റ്റ് നമ്മുടെ വയർ ബ്രേക്കായി പോകുന്നു, ആ സമയത്ത് ആ പോയിന്റിന്റെ പേരെന്താണ്? എന്തോ പേര്? ഫ്രാക്ചർ പോയിന്റ് എന്നാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ മക്കളെ തരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗ്രാഫിൽ തന്നെ 2 ഗ്രാഫുകൾ ഇങ്ങനെ വരച്ചേക്കും. ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം വരച്ച്. എന്നിട്ട് ചോദിക്കും, ഇതിനകത്ത് മോർ ഇലാസ്റ്റിക് ഏതാണ്? നമ്മൾ ഈ വയർ വെച്ചല്ലേ പരീക്ഷണം ചെയ്യുന്നത്, വയറിനകത്ത് മാസ് ഇട്ടിട്ടല്ലേ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇലാസ്റ്റിക് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട ഇത്രേ ഉള്ളൂ, ഈ എക്സ് ആക്സിസിൽ നിന്ന് കൂടുതൽ സ്ലോപ്പ് ആർക്കാണോ ഉള്ളത് അവർക്കായിരിക്കും കൂടുതൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത്. സോ ഇതിൽ നിന്ന് കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്നത് ഈ ഗ്രാഫ് അല്ലേ, ഇതല്ലേ? സോ ഇതായിരിക്കും കൂടുതൽ ഇലാസ്റ്റിക്. അവരിങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതിന് 1 എന്ന് കൊടുക്കും, ഇതിന് 2 എന്ന് കൊടുക്കും. എന്നിട്ട് ചോദിക്കും, 1-നാണോ 2-നാണോ കൂടുതൽ ഇലാസ്റ്റിക് നേച്ചർ? ആർക്കാ മക്കളെ? 1-നാണ്. കാരണം പറയണം, ബിക്കോസ് 1 ഹാസ് ഗ്രേറ്റർ സ്ലോപ്പ്. 1-ന്റെ സ്ലോപ്പ് എന്താണ്? വളരെ കൂടുതലാണ്. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും? ഇലാസ്റ്റിക് ബിഹേവിയറും കൂടുതലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടിലും ഡക്റ്റൈലും ഡിയും ഇയുടെയും കാര്യം വെച്ച് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ സ്ട്രെസ് സ്ട്രെയിൻ കർവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരികയാണ്. പെട്ടെന്ന് ആ 3ാമത്തെ ടോപ്പിക് ഉണ്ടല്ലോ, ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി എല്ലാവരും, പെട്ടെന്നാവട്ടെ. ഓക്കെ. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ 3 ടോപ്പിക്സ് ആണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. 3 ടോപ്പിക്കും വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം സ്ട്രെസ്സും സ്ട്രെയിനും മനസ്സിലാക്കി, പിന്നീട് ഹൂക്സ് ലോ മനസ്സിലാക്കി, ലാസ്റ്റ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവും പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ആ ടോപ്പിക്ക് പഠിച്ച് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 100% മാർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് തന്നെ ഇരുന്ന് മറക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം
നന്നായിട്ട് തന്നെ പഠിക്കുക. ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതി പഠിക്കുക. ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാ കുട്ടികളും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.